സാധാരണ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടാൽ അത് ഒരു ദിവസം കൊണ്ട് തന്നെ ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. പക്ഷെ ചില ആൾക്കാരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ ചില സ്റ്റോറീസ് കുറേ മുമ്പിട്ടത് അവിടെ കിടക്കുന്നത് കാണാൻ പറ്റും. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ എങ്ങനെ നമുക്ക് സ്റ്റോറി ഹൈലൈറ്റ്സിലോട്ട് ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമ്മുടെ പ്രൊഫൈൽ ബട്ടണും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈലിലോട്ട് എത്തുന്നതായിരിക്കും. ഇവിടെ മുകളിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ള സ്റ്റോറി ഇവിടെ കാണാൻ പറ്റും. ഇനി ഈ ഒരു സ്റ്റോറി എനിക്ക് ഹൈലൈറ്റ്സിലോട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ താഴെ മോർ എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ന്യൂ ഹൈലൈറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതുവരെ ഞാൻ ഒരു ഹൈലൈറ്റ് ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. എന്തായാലും അതിലോട്ട് ആഡ് ചെയ്യാൻ പുതിയൊരു ഹൈലൈറ്റിൻ്റെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ന്യൂ എന്നുള്ളത് എൻ്റർ ചെയ്യാണ്. എന്നിട്ട് ആഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ്സിലോട്ട് ആഡ് ആവുന്നതായിരിക്കും. ഇതിന് ശേഷം ഈ ഒരു സ്റ്റോറി ഇവിടുന്ന് ഡിലീറ്റ് ആയി പോവില്ല. ഇപ്പം 24 മണിക്കൂർ കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പം ആ ഒരു സ്റ്റോറി കാണില്ല. പക്ഷെ താഴെ നോക്കിയാൽ നമുക്ക് ആ ഒരു സ്റ്റോറി കാണാൻ പറ്റും. ഇവിടെ ന്യൂ എന്നുള്ള ഒരു പുതിയൊരു ഫോൾഡർ പോലെയൊക്കെ വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോറി നമുക്ക് കാണാൻ പറ്റും. ഇനി 24 മണിക്കൂർ കഴിഞ്ഞാലും ആ ഒരു സ്റ്റോറി അവിടെ തന്നെ കിടക്കുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഹൈലൈറ്റ്സിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.